അയ്യപ്പ. ഈ സാധനം എൻ്റെ അടുത്ത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ ലേഗായി പോയതാണ്. ഈ സ്വാമിമാരുടെ ഈ സീസണിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നല്ല മെമ്മറി ആയിട്ടുള്ള ഒരു ഓർമ്മ തന്നെയാണ് ഈ അരവണ പായസമൊക്കെ. സുഹൃത്തുക്കളെ, ശബരിമലക്കാലമായി അരവണയും മുസ്ലിമുകളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമായി തുടങ്ങി. ഇങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ചില്ലറ പോസ്റ്റുകളൊക്കെ കണ്ട സമയത്ത് ആ പോസ്റ്റിൽ മുഴുവൻ ഉണ്ടായിരുന്നത്, നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളെ നിങ്ങൾക്കൊന്ന് സ്വർഗത്തിൽ പോകണ്ടേ എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക. കാരണം നമ്മൾ ഈ ശബരിമലക്കാലാവുന്ന ഈ ഒരു സമയത്താണ് ശബരിമലയ്ക്ക് ഹിന്ദുമത വിശ്വാസികൾ അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ മതവിശ്വാസികളും ശബരിമലയ്ക്ക് ഒരുപക്ഷെ പോവാറുണ്ട്. എല്ലാ മതസ്ഥർക്കും പോകാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ്. അവർക്ക് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൽ പോവാമെന്നുള്ളതാണ്. വാവരുടെയും അയ്യപ്പൻ്റെയും ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെയും ഒപ്പം ഹിന്ദുവായിട്ടുള്ള അയ്യപ്പൻ എന്ന് പറഞ്ഞ രണ്ടുപേരെ സൗഹൃദത്തിന്റെ കൂടി ഒരു കഥ, ഒരു മിത്ത് ഒക്കെ അതിന്റെ പുറകിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അത് ചരിത്രമാണെന്നും അത് ഒരു മിത്താണെന്നൊക്കെ വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. എന്നതിൽ ആ ചർച്ച അതിന്റെ വഴിക്ക് പോട്ടെ. ഞാൻ പറഞ്ഞു അതൊന്നുമല്ല. ഇവിടെ നടക്കുന്ന ഒരു വലിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് ശബരിമല പോയിട്ട് ഒരുപാട് ആളുകൾ ഈ അരവണ പായസം കൊണ്ടുവരും. അരവണ പായസം നമ്മുടെ മലയാളികൾ ഒരു നൊസ്റ്റാൾജിയാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അരവണ പായസവുമായിട്ട് ഏതെങ്കിലും ആളുകളൊക്കെ സ്കൂളിലേക്ക് വരിക. ഒരു അരവണ ടിന്ന ഉണ്ടായിരിക്കുക, അത് ആ ക്ലാസ് മുഴുവൻ വിളമ്പും. അവസാനം അതിനുള്ളിൽ കൈയിട്ടിട്ടൊക്കെ നമ്മൾ നക്കി തിന്നും. ഈ കൈയിട്ട് നക്കി തിന്നുമ്പോൾ സൂക്ഷിക്കുക, അതിന്റെ സൈഡ് ഭയങ്കര ഷാർപ്പാണ്. കൈയൊക്കെ ഈ സൈഡൊക്കെ ചിലപ്പോൾ മുറിഞ്ഞ ആൾക്കാരൊക്കെ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും അത് നമ്മൾ ജാതി മതം ഒരു തേങ്ങ ആലോചിക്കാതെ നമ്മളത് അസലായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നതാണ്. അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഒരു കുപ്പി നമുക്ക് പേഴ്സണലായി കിട്ടി വീട്ടിൽ പോയിട്ട് മെല്ലെ രുചിക്കുന്നതിനേക്കാൾ ആ ഒരൊറ്റ കുപ്പി ഒരു 19 പേരൊക്കെ ഇരുന്ന് കഴിക്കുക, ഒരു സ്പൂണിട്ട് അല്ലെങ്കിൽ കൈയിട്ട് തോണ്ടി കഴിക്കുന്നതിന്റെ രസം അതൊരു വേറൊരു സംഭവം തന്നെയാണ്. നമ്മളുടെ മതസൗഹാർദ്ദമാണോ എന്ന് നമ്മൾ അന്ന് ചിന്തിക്കാതെ അതൊക്കെയാണ് മതസൗഹാർദ്ദം എന്നൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ജാതിയുടെ സൗഹാർദ്ദമാണോ മതത്തിന്റെ സൗഹാർദ്ദമാണോ ഒന്നും വിചാരിക്കാതെ, അത് മുസ്ലിമുകളാണോ ഹിന്ദുക്കളാണോ ഇത്തരങ്ങളൊരു ചിന്തയില്ലാതെ നമ്മളത് വാരി തിന്നിരുന്നതാണ്. ഈ വാരി തിന്നതിനൊക്കെ ഈ അടുത്ത കാലത്ത് ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ആളുകൾ കൊണ്ടുവന്ന് മുസ്ലിം വീടുകളിലേക്ക് കൊടുക്കുന്നത്, മുസ്ലിങ്ങൾ കഴിക്കുന്നത്, ഹിന്ദുക്കൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആചാരപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഹിന്ദുക്കൾ കൊടുക്കുന്നത്, ഹിന്ദുക്കൾ ആചാരപരമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ മുസ്ലിങ്ങൾ കൊടുക്കുന്നത്, ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് സന്തോഷം തോന്നിയ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചേ ഒക്കൂ എന്നതിന്റെ ഭാഗമായിട്ടാണ് വന്നേ. അതിലത്തെ ഒന്ന്, ഒരാള് പായസം ഉണ്ടാക്കുന്നതാണ്. കുറച്ച് വീഡിയോസ് ഇവിടെ കാണിക്കാൻ കേട്ടോ, കുറച്ച് താമസിക്കും. എന്താ ഈ പായസം ഉണ്ടാക്കുന്നത് ചില്ലറ രീതിയിലൊന്നല്ല. അസ്സലാമു അലൈക്കും, സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആ രണ്ടും പറയണമെന്നേ. ആ കഥ രണ്ടുപേരും അവിടെ ഉണ്ട്. ശബരിമല രണ്ടുപേരുണ്ട്, അയ്യപ്പനുണ്ട്, വാവരുണ്ട്, ഒരു ഹിന്ദു ഉണ്ട്, ഒരു മുസ്ലിം ഉണ്ട്. അപ്പൊ രണ്ടുപേർക്ക് ഒരാൾക്ക് അസ്സലാമു അലൈക്കും പറയാം തുടക്കത്തിൽ തന്നെ, പിന്നെ മറ്റൊരാൾക്ക് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട് മല വേണമെങ്കിൽ നമുക്കത് കയറി പോവാം. ഈ രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി, കൃത്യമായിട്ട് പറയാം, ഒരു മുസ്ലിം പെൺകുട്ടി ഒരു അരവണ പായസം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ഒരു ക്ലാസ് ഉണ്ട്. എന്തായാലും അതൊന്ന് കണ്ടിട്ട് ഈ അരവണ പായസത്തിനെ പറ്റിയിട്ട് ചില മുസ്ലിം പണ്ഡിതന്മാർക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ, എല്ലാവരുടെ അഭിപ്രായം അത് തന്നെയാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഇത് കഴിക്കുന്നവരാണ്. ഈ അടുത്ത കാലത്താണ്, ഇപ്പൊ കഴിഞ്ഞ 1-2 വർഷമായിട്ടാണ് ഇത് കഴിക്കുന്നത്. എനിക്കിഷ്ടമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്കിത് ഹറാമാന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന 1-2 ആൾക്കാരൊക്കെ ഈ അടുത്ത കാലത്താണ് ഞാൻ കണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് ഞാൻ ചോദിച്ചൊന്നുമില്ല. പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ചില ആൾക്കാർ അങ്ങനെ അത്ര തീവ്രവാദികളൊന്നും അല്ലാതെ വേറൊന്നും പറയാനില്ല. എന്തായാലും ആദ്യത്തെ തുടക്കത്തിൽ തന്നെ കാണിച്ച ആ വീഡിയോയുടെ അതിഗംഭീരമായിട്ടുള്ള വീഡിയോ ആണ്, ഒന്ന് കണ്ടോക്കാം. ഈ സാധനം എൻ്റെ അടുത്ത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ ലേഗായി പോയതാണ്. ഈ സ്വാമിമാരുടെ ഈ സീസണിൽ നമുക്ക് തന്നെയാണ് ഈ അരവണ പായസമൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളത്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് വരുമ്പോ പാത്രം ചുഴറ്റിയിട്ടൊക്കെ വെള്ളം വരെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമാണ്. ഈ മല സീസണിൽ ഈ സ്വാമിമാരെ കാണുന്നതും മാളികപ്പുറത്തമ്മയെ കാണുന്നതും അതുപോലെ അഖണ്ഡനാമോ അയ്യപ്പ മേളക്കതൊക്കെ കാണുന്നത് നമ്മുടെ ഒരു മലയാളിയുടെ നെഞ്ചില് എന്തോ ഒരു സന്തോഷത്തിന്റെ പ്രതീകമാണ്. അത് ഒരു ജാതി മത ഭേദമാന്യേ അത് മാറ്റി വെക്കപ്പെടേണ്ട ഒന്നല്ല. പിന്നെ എന്താ പറയാ, നമ്മള് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒന്നിച്ചു വാഴുന്ന ഈ കേരളത്തില് ഒരു മതസൗഹാർദ്ദത്തിന്റെ ദണ്ഡം കൂടെയാണത്. ഇത് ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അഖണ്ഡനാമത്തിന് പോയി ഭക്ഷണം കഴിച്ചിട്ട്. അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ ചില ബാഡ് കമന്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്റെ മേൽ
തട്ടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഒട്ടും അതിന് ബോധേടുമല്ല. ചിലവരെന്നെ സംഗീതാത്താന്നോ ജിഹാദിന്നോ വിളിക്കാത്ത പേരുകളില്ല. ഇതിന്റെ ഒന്നും അർത്ഥം എനിക്ക് അറിയില്ല. അർത്ഥം വേണ്ട, അർത്ഥം അറിയാനൊട്ട് ആഗ്രഹമില്ല. നമ്മൾ ചിക്കനും ബീഫും മട്ടനും ഒക്കെ കഴിക്കുമെങ്കിലും മനുഷ്യന്മാരെ കഴിക്കാറില്ല. ഏതൊരു മനുഷ്യന്റെയും ഇഷ്ടങ്ങളെയും ആചാരങ്ങളെയും ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എന്റെ സോഷ്യൽ മീഡിയയിൽ സംഗീതാത്താന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ അവർ പറയുന്നത് ഇങ്ങനെ ഇത് കഴിക്കുന്ന വളരെയധികം എനിക്ക് എതിർപ്പൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള. ഇതേപോലെ എതിർപ്പ് സംഭവിക്കാൻ കാരണമായിട്ടുള്ള വേറൊരു കൊച്ചു പെൺകുട്ടിയുടെ വീഡിയോ കൂടി ഉണ്ട്, നോക്കി നോക്കൂ. ഒരു പെൺകുട്ടിയാണ്, കിട്ടിയ എല്ലാവർക്കും. എന്നിട്ട് ഈ അരവണ പായസത്തിന്റെ രുചിയെ പറ്റി പറയാണ്. ഇനി വേറൊരു മുസ്ലിം പെൺകുട്ടി, ഞാൻ അങ്ങനെ പറയുന്നത് ഈ അടുത്ത കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള വർത്തമാനം കൂടി പറയുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഈ പുതിയ കാലത്തെ ആൾക്കാരൊക്കെ ശക്തമായിട്ട് കഴിച്ചുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതാണ്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ മതത്തിനും ജാതിക്കൊന്നും വലിയ വിലയില്ലാതെ ഇനിയുള്ള കാലം മുന്നോട്ട് പോകുമോ എന്നൊരു ഭയങ്കര സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തായാലും ചില ആളുകളൊക്കെ ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ടായിരിക്കും ചില ആൾക്കാര് ഇത് ഭയങ്കര പ്രശ്നമാണെന്ന രീതിയിലൊക്കെ കരുതി പോകുന്നത്. എന്താ, അതൊന്ന് കേട്ടു നോക്കൂ. ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന അരവണ പായസം അത് നമുക്ക് നൽകിയാൽ കഴിക്കാൻ പറ്റുമോ? അവരുടെ ആരാധനയുടെ ഭാഗമായ ശബരിമലയിൽ ക്ഷേത്രത്തിലേക്ക് അവർ പോയി പൂജയുടെ ഒക്കെ ഭാഗമായി അവിടെ ഉണ്ടാക്കുന്ന അരവണ പായസം അത് നമുക്ക് നൽകിയാൽ നാം അത് കുടിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് അസ്കർ അലി ബാക്കഫി ഗൂഡലു എന്ന് പറയുന്ന ഒരാളുടെ ഒരു അഭിപ്രായമാണ്. ഈ അഭിപ്രായത്തിനൊപ്പം തന്നെ എനിക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാണ്ട്. കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഈ അരവണ പായസം കഴിക്കുന്ന കുറച്ച് കുട്ടികൾ കഴിക്കുന്ന ഒരു ദൃശ്യം എനിക്ക് പെട്ടെന്ന് സ്കൂളിലേക്കൊക്കെ പോയി ഞാൻ. ഇവർക്ക് എന്ത് എന്ത് മാത്രം കുട്ടികളെ മതിലിന്റെ ഇടയിൽ കൂടെ കയറ്റി കഴിക്കുന്നത്. അതായത് ആരാണിത് കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, അപ്പൊ അവരെന്നത് നന്നായിട്ട് കഴിക്കുന്നുള്ളതാണ്. അവർ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. വീണ്ടും വേറെ ആൾ കൂടി ഇത് കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നിട്ടാ. അതോടെ ഒന്ന് കേട്ടോക്കോ. എന്നതുപോലെ അതിൽപ്പെട്ട ഒന്നാണ് അവർ പ്രത്യേകത കൽപ്പിച്ച് പുണ്യം കൽപ്പിച്ചു കൊണ്ടുവരുന്ന അത് നമ്മൾ കുടിക്കരുത്. അത് അവർക്ക് മാത്രമുള്ളതാണ്. ഇത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ്. വിശ്വാസത്തിൽ പങ്കുചേരുകയോ എന്നുള്ള നിലക്കോ അല്ല, അവരുടെ ബഹുദൈവാരാധനയിൽ പങ്കുചേരുകയോ അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുകയോ ഒരു നിലക്കോ അല്ലാതെ കുടിച്ചാൽ അതുകൊണ്ട് ഈ കുഫറും ഹറാമും വരികയില്ല. എന്നാലും മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിലും അവരുടെ ആരാധനകളിലൊക്കെ ഇത്തരം ഭക്ഷണങ്ങളും മറ്റും സമ്മാനമായി നൽകുന്നതും സ്വീകരിക്കുന്നതും വളരെ മോശപ്പെട്ട ഒരു പുതിയ കാര്യമാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അതേ പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഷറഫുദ്ദീൻ അസ്ഹനി ഊരക് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അഭിപ്രായമാണ്. ഇത് നൽകുന്നതും കഴിക്കുന്നൊക്കെ വളരെ മോശപ്പെട്ട കാര്യമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടോ. അപ്പൊ ഒരു പുതിയ വീഡിയോ കൂടി കാണിച്ചു തരാം. സ്കൂളിൽ പഠിക്കുമ്പോഴേ ആരെങ്കിലും മാലിട്ട് കഴിഞ്ഞാൽ അവരുടെ ഒപ്പം ഞങ്ങൾ കാത്തിരിപ്പായി. നാളെ ഞാൻ എല്ലാരും കൂടി ചുറ്റിൽ നിന്ന് പറഞ്ഞു, അരവണ കൊണ്ടുവരാൻ മറക്കല്ലേ. തിരിച്ച് ക്ലാസ്സിൽ വന്ന ആദ്യമൊക്കെ ഭയങ്കര ഒത്തൊരുമയായിരിക്കും. അവസാനം ആ ബോട്ടിന് വേണ്ടി ഒന്നും തള്ളുമായിരിക്കും. കറുത്ത ശർക്കരയുടെ ഒപ്പേ കുറച്ച് കരിപ്പട്ടയും കൂടി ചേർത്താലാട്ടോ ആ നല്ല കളർ വരുള്ളൂ. ചെമ്പാ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നെയ്യിലൊന്ന് വറുത്ത് ചൂട് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാം. കറുത്ത മുന്തിരിയും കൂടി ഇടാൻ മറക്കല്ലേ. അരി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേവൂല കേട്ടോ. ഇനി പറ്റുന്നതിനനുസരിച്ച് നമുക്ക് നെയ്യ് തൂക്കി കൊടുക്കാം. ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇച്ചിരി കൽക്കം കൂടി കൽക്കണ്ടം അതും കൂടി ചേർത്ത് വറ്റിച്ചെടുക്കാം. അതേ നോക്കിയേ, കറക്റ്റ് അരവണ്ണന്റെ പാകമായില്ലേ. എനിക്ക് എന്തോ പെട്ടെന്ന് പഴയ ഓർമ്മകളൊക്കെ വന്നപ്പോ ഒന്നുണ്ടാക്കി കഴിക്കണമെന്ന് തോന്നി. ആ ഓർമ്മയുടെ സ്വാദം കൂടി വേണമെങ്കിൽ കയ്യിലൊഴിച്ച് തന്നെ കഴിക്കണം. അതൊരു കാലം അല്ലടോ. അടിപൊളി. അവര് ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടോ, ഒരു സംശയമില്ല. എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടില് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്,
ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള ചില ആചാരത്തിൻ്റെത്, ചില ഭക്ഷണങ്ങളോ മാംസങ്ങളൊക്കെ ഹിന്ദുക്കൾ കഴിക്കരുതെന്ന് വല്ല ഹിന്ദുക്കളുടെ അട്ടിപ്പേറാവകാശം തേടി നടക്കുന്ന വല്ല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടമായിട്ട് കഴിക്കും. ഇനിയിപ്പോ ഹിന്ദുക്കൾ ഇത്തരം ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇത് ഹിന്ദുക്കളത് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പ്രചാരണങ്ങളും, ഒപ്പം തന്നെ അത് മുസ്ലിങ്ങൾ കഴിക്കാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലാസ്റ്റ് കാണിച്ച വീഡിയോ പോലെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് തല്ലുകൂടിയൊക്കെ കഴിക്കും. ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് പെട്ടെന്നൊന്നും തകർക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ നൊസ്റ്റാൾജിയുമായിട്ട്, രുചിയുമായിട്ട്, നമ്മുടെ മനസ്സുമായി ചേർന്ന് നിൽക്കുന്നതാണ്. കൊണ്ടുവരുന്നവന് ആര് എന്തുമാവട്ടെ, സൗഹൃദം, മനുഷ്യത്വം മനസ്സിലുള്ള ആളുകൾക്ക്, നമ്മളൊക്കെ മനുഷ്യരല്ലേ, അതും മനസ്സിലുള്ള ആളുകൾക്ക് ഈ ഒരു ഭക്ഷണം നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏത് ഭക്ഷണമാവട്ടെ, അത് മനുഷ്യരാണെങ്കിൽ നിഷേധിക്കാൻ കഴിയില്ല. ഇനി തീരെ ഇഷ്ടമില്ലാത്ത ഭക്ഷണം, ഇനിയിപ്പോൾ എനിക്ക് പാമ്പിറച്ചി കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് കഴിച്ച് ശീലമില്ലാത്തതാണ്, ചിലപ്പോൾ കഴിക്കില്ല. കാരണം വേറെ നാട്ടിലൊക്കെ പാമ്പിറച്ചിയൊക്കെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ചൈനക്കാർ, അവിടെ പോയിട്ട് അത് കഴിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് വരും. പക്ഷെ അത് ഞാൻ ആർത്തിയോടുകൂടി കഴിക്കണമെന്നില്ല. അതിൻ്റെ വിശ്വാസത്തിന് പ്രശ്നമല്ല, എൻ്റെ ഇഷ്ടത്തിന് പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വാസത്തിന് പ്രശ്നമായിട്ട് ആരെങ്കിലും ഇത് അകറ്റി നിർത്തപ്പെടുന്നുവെങ്കിൽ അത് അത്ര നല്ലൊരു മനുഷ്യനല്ല എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും എന്ന് തോന്നിപ്പോകുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് എനിക്ക് വലിയ പിടുത്തമല്ലോ കേട്ടാ. ആരെങ്കിലും ഇങ്ങനെ ഈ അരവണ പായസം കൊണ്ടുവന്നിട്ട് തല്ലുകൂടി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചവർക്ക് അവസാനം അതിൻ്റെ ഉള്ളിൽ കൈ തോണ്ടുന്ന സമയത്ത് ഇവിടെ മുറിയായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി ഇത് ആരെങ്കിലും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഈ ചുമ്മാ വീഡിയോ അയച്ചു കൊടുക്കുക. നാട്ടുകാർ മുഴുവൻ കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കഴിച്ചാൽ എന്താ എന്നങ്ങോട്ട് ചോദിക്കി. ബൈ.